എന്നോട് ഗുഡ് ബൈ പറയാൻ വന്നതാണെന്നോ അതറിയത്തില്ല. പക്ഷേ എനിക്കെൻ്റെ നാട് നല്ലതുപോലെ മിസ് ചെയ്യും. ഹലോ എവറി വൺ, ഞാനിതൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ടല്ല, നിങ്ങളോടൊന്ന് വെറുതെ സംസാരിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുക. ഇന്ന് 9 മാസത്തെ നാട്ടിലെ താമസം കഴിഞ്ഞിട്ട് ഞാനിന്ന് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എല്ലാം പ്ലാൻ ചെയ്യുകയെന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം അടുത്ത നിമിഷം എൻ്റെ കയ്യിലല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കിപ്പോഴുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ ദൈവം വേറൊന്ന് പ്ലാൻ ചെയ്യും. പക്ഷെ ദൈവം നടത്തുന്ന വഴികളൊന്നും നമുക്ക് ദോഷമായിട്ടാകത്തില്ല. ഞാനൊരു കല്യാണം കൂടാനാണ് നാട്ടിലെത്തിയത്. അമ്മയെ അന്ന് അഡ്മിറ്റായി. അത് കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം 7 ഡിഫറെൻറ്റ് റീസൺസ് കാരണം 4 മാസത്തിനിടയിൽ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ടിക്കറ്റ് 2 പ്രാവശ്യം മാറ്റി അവസാനം പിന്നെ ഓപ്പണാക്കി ഇട്ടു. ജോലിയിൽ ലോങ് ലീവ് എടുത്തു. അതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. ഈ കടന്നുപോയ സിറ്റുവേഷൻ പലപ്പോഴും കൈവിട്ടു പോകുന്ന പോലുള്ള സിറ്റുവേഷൻസ് ലൈഫിനകത്ത് വന്നു. തീരുമാനങ്ങൾ എന്തെടുക്കണമെന്ന് അറിയത്തില്ല. ഡോക്ടേഴ്സ് ഓരോന്ന് പറയും, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് കറക്റ്റാണോ എന്നറിയത്തില്ല. അങ്ങനെ തമ്പുരാൻ നടത്തിയൊരു വഴിയുണ്ട്, തമ്പുരാൻ തന്നൊരു ബലമുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ നല്ല മാലാഖമാരെ ദൈവം അയച്ചു. എനിക്ക് ഈ 9 മാസക്കാലം ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഒരു കാര്യത്തിനും ഉണ്ടായില്ലെന്നുള്ളത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും എന്നെനിക്കറിയില്ല. ഇത് ഞാൻ താമസിക്കുന്നൊരു വളരെ ഒരു വില്ലേജ്, ഒരു കൊച്ചു ഗ്രാമമാണ്. പക്ഷേ ഇവിടെ കുറേ മാലാഖമാരുണ്ട്, ദൈവം അയച്ച മാലാഖമാർ. എന്താവശ്യത്തിന് ഓടി വരുന്ന കുറേ നല്ല മനുഷ്യർ. ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എൻ്റെ സ്ഥലമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അത്. ഞാൻ മാലാഖമാരുടെ കാര്യം പറഞ്ഞതിനകത്ത് പരിമല ഹോസ്പിറ്റലിലെ കുറേ മാലാഖമാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർ, എൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തവർ. നിങ്ങളോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ. നന്ദിയും സ്നേഹവും എത്ര അത് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന സമയത്തൊക്കെ എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ തന്നൊരു ബലം. അതിനകത്ത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടുണ്ട്. ഏത് സിറ്റുവേഷനിലും എപ്പോഴും വിളിച്ചാൽ അവൈലബിളായിട്ട് എന്നെ ഗൈഡ് ചെയ്ത്. ഇവരോടൊക്കെ എത്ര നന്ദി ഞാൻ പറഞ്ഞാൽ പറ്റും എനിക്കറിയത്തില്ല. ഇതെൻ്റെ ഇടവകപ്പള്ളി. ഈ പ്രയാസ കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആശ്വാസം തന്ന എൻ്റെ അഭയസ്ഥാനം. ഈ 9 മാസക്കാലം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ. പലരും ഓർക്കത്തില്ല നമ്മളെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന്. നമുക്കെല്ലാവരെയും ഇപ്പം കാശ് കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ നമ്മളെ കേൾക്കാൻ, മിണ്ടാതെ ഇരുന്ന് കേൾക്കാൻ, നമുക്ക് ചിലപ്പോൾ ഉപദേശമൊന്നും വേണ്ടായിരിക്കും, ഒന്ന് മിണ്ടായിരുന്ന് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.